ഹലോ ഗൈസ്, യേശുവിനെ ഇന്നത്തെ നമ്മുടെ ജേർണി എത്തി നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുത്തഞ്ചിറയിലെ സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ മുൻപിലാണ്. ഒരു കുട്ടി ത്രേസ്യയും അവളുടെ ക്രേസും. പള്ളിയിൽ പോകാൻ കുട്ടികൾ മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡെയിലി കുർബാനയ്ക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു കൊച്ചു പെൺകുട്ടിയെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാലോ? അതാണ് നമ്മുടെ ത്രേസ്യ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ആകട്ടെ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോം തുറന്നു നോക്കിയാലും ട്രോളുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ത്രേസ്യ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും ട്രോളുകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതിനുദാഹരണമാണ് അവളുടെ ജീവിതത്തിലെ ഒരു സംഭവം. അന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികൾ അമ്മമാരോടൊപ്പം നിത്യവും ദിവ്യബലിക്ക് പോകുന്ന ഒരു പതിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദിവ്യകാരുണ്യ ഈശോയെ കാണണം, അവിടുത്തെ സ്നേഹിക്കണം എന്ന അതിയായ ആഗ്രഹത്താൽ ത്രേസ്യ അമ്മയോടൊപ്പം എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഇതിനെ പ്രതി അവളുടെ കൂട്ടുകാർ അവൾക്ക് നൽകിയ പേരാണ് മുത്തി എന്നത്. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ അവളെ ഒരു ട്രോൾ മെറ്റീരിയൽ തന്നെ ആക്കിയാനെ അല്ലേ? പക്ഷെ താൻ സ്നേഹിക്കുന്ന ഈശോയെ കാണുക എന്നതായിരുന്നു അവൾക്ക് ഏറ്റവും പ്രധാനം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൾക്ക് അവളുടെ വൈബ് അറിയാമായിരുന്നു. ലവ് ഹാസ് നോ ഏജ് ലിമിറ്റ് എന്നാണല്ലോ പറയുന്നത്. അന്ന് ത്രേസ്യയുടെ അമ്മ അവളോട് ചോദിച്ചു, മോളെ, നീ ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ പള്ളിയിൽ വരുന്നത്? അപ്പോ കുഞ്ഞു ത്രേസ്യ അമ്മയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അമ്മേ, ദൈവത്തെ സ്നേഹിക്കാൻ പ്രായം വേണ്ട എന്ന്. ഇതൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ലേ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞു ത്രേസ്യ ചെറുപ്പത്തിലെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കാൻ പ്രായം വേണ്ട എന്ന്. ത്രേസ്യയെ പോലെ വിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്നേഹിക്കാം. നിത്യവും ദിവ്യബലിയിൽ ഭക്തിയോടെ നമുക്കും പങ്കെടുക്കാം. സോ ലെറ്റ്സ് മൂവ് വിത്ത് മറിയം ത്രേസ്യ.